ഡൊണാൾഡ് ട്രംപിനോട് ഇടഞ്ഞു നിൽക്കുന്ന നരേന്ദ്രമോദി എന്ന കൊമ്പനെ തളയ്ക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിലേക്ക് വരുന്നു. ടെലവീവിൽ വെച്ച് നെതന്യാഹു തന്നെയാണ് ഇത് വ്യക്തമാക്കിയത്. നരേന്ദ്രമോദിയുമായി ചരിത്രപരമായ കൂടിക്കാഴ്ച, വ്യാപാര യുദ്ധത്തിൽ സഹായം. ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളി കൂടിയാണ് ഇസ്രായേൽ. ഇന്റലിജൻസ്, ഭീകരതയെ ചെറുക്കൽ തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെടെ ഇന്ത്യ ഇസ്രായേൽ സഹകരണത്തിന് വലിയ സാധ്യതകളുണ്ട് എന്നും നെതന്യാഹു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നെതന്യാഹു ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസഡർ ജെ.പി. സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് നെതന്യാഹു ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ അംബാസഡർ ജെ.പി. സിംഗുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. ഇതിൽ സുരക്ഷ, സാമ്പത്തിക വിഷയങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ തുടർന്ന് ഇന്ത്യക്കെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് വർദ്ധിപ്പിച്ചിരുന്നു. 25% നിന്ന് 50%ആയാണ് താരിഫ് വർദ്ധിപ്പിച്ചത്. ജൂലൈ 30-ന് 25% താരിഫ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബുധനാഴ്ച വീണ്ടും 25% വർദ്ധിപ്പിച്ചത്. ഓഗസ്റ്റ് 7 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ താരിഫിന് പുറമെ 21 ദിവസത്തിന് ശേഷം, അതായത് ഓഗസ്റ്റ് 27 മുതൽ അധിക താരിഫും പ്രാബല്യത്തിൽ വരും. ട്രംപിന്റെ ഈ നടപടിക്ക് ഇന്ത്യ ശക്തമായ ഭാഷയിലാണ് മറുപടി നൽകിയത്. ഈ നടപടികൾ അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണ് എന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കി. എന്നാൽ ട്രംപിനെ കുഴക്കിയത് നരേന്ദ്രമോദിയുടെ നിലപാടാണ്. തീരുവ 50% നരേന്ദ്രമോദിക്ക് തെല്ലും കുലുക്കമുണ്ടായില്ല. ചർച്ചയ്ക്ക് പോലും മോദി തയ്യാറായില്ല. ഇവിടെയാണ് ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചത്. മോദി തന്നോട് ചർച്ച നടത്തുമെന്നും ധാരണയാകും എന്ന് കരുതിയ ട്രംപിന് തിരിച്ചടിയാണ് മോദിയുടെ നിലപാടുകൾ സമ്മാനിച്ചത്. ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിനും രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുന്നതിനും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സഹകരണം വിപുലമാക്കാൻ വലിയ സാധ്യതകളുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. നെതന്യാഹുവിന്റെ വരവിന് പിന്നിൽ ട്രംപിന്റെ ഇടപെടൽ ഉണ്ട് എന്നാണ് വിലയിരുത്തൽ. ഇടഞ്ഞു നിൽക്കുന്ന മോദിയെ തണുപ്പിക്കാൻ BBയെ ട്രംപ് അയച്ചിരിക്കുകയാണ് എന്ന് വ്യക്തം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും തന്റെ അതിഗംഭീര സുഹൃത്തുക്കളെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് മോദിക്ക് താൻ സ്വകാര്യമായ ചില ഉപദേശങ്ങൾ നൽകുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഈ ഉപദേശങ്ങൾ നൽകാൻ അദ്ദേഹം വരുന്നത് ട്രംപിന്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് എന്നത് വ്യക്തമാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയത് ചൂണ്ടിക്കാട്ടി ട്രംപ് ഇന്ത്യയുടെ താരിഫ് ഇരട്ടിയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന. ഇന്ത്യയും US തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ്. താരിഫ് പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കുന്നത് രണ്ട് രാജ്യങ്ങൾക്കും ഒരുപോലെ ഗുണകരമാകും. ഇന്ത്യയും US ഇസ്രായേലിന്റെ സുഹൃത്തുക്കളായതിനാൽ ഈ നീക്കം ഇസ്രായേലിനും ഗുണം ചെയ്യും. ഇന്ത്യയുമായുള്ള ബന്ധം ഹൃദയത്തിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞ നെതന്യാഹു മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ നിഷ്പക്ഷതാ നയം മാറിയെന്നും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം കൂടി എന്നും അഭിപ്രായപ്പെട്ടു. മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ IMEEC ഇടനാഴി പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു. ഈ പദ്ധതിക്ക് ഇസ്രായേലിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും. ഈ ഇടനാഴി മേഖലയുടെ ഭാവി സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു പ്രധാന കണ്ണിയായിരിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നതിനും ഭീകരവാദം ചെറുക്കുന്നതിനും സാങ്കേതിക വിദ്യയിലും ഇന്ത്യയുമായുള്ള സഹകരണം കൂടുതൽ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായും നെതന്യാഹു വ്യക്തമാക്കി. എന്തായാലും നെതന്യാഹുവിന്റെ ഈ വരവ് മോദി ട്രംപ് പ്രശ്നത്തിന്റെ മഞ്ഞുരുക്കാൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടുപേരും തന്റെ ഗംഭീര സുഹൃത്തുക്കളാണ് എന്ന് പറയുന്ന നെതന്യാഹുവിനെ കൊണ്ട് മാത്രമേ ഇവരെ രണ്ടുപേരെയും ഒതുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇപ്പോൾ നിരീക്ഷകരും വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.